ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ആങ്സൈറ്റി ഡിസോർഡേഴ്സിനെ കുറിച്ചാണ് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടായിരുന്നത്. കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായിട്ട് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആങ്സൈറ്റി ഡിസോർഡേഴ്സിനെ കുറിച്ച് ബ്രീഫ്ലി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളതിൽ മെയിൻലി എക്സ്പ്ലോർ ചെയ്തത് എങ്ങനെയാണ് അവർ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷേ വാട്ട് കോസസ് ആങ്സൈറ്റി ഡിസോർഡേഴ്സ് അതിനെക്കുറിച്ചായിരിക്കും ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഓക്കെ, രണ്ട് കുട്ടികളുണ്ട്, രണ്ട് ടീനേജ് ഗേൾസ്, മീര ആൻഡ് വേണി. ജസ്റ്റ് രണ്ട് എക്സാമ്പിൾസ്. ഓക്കെ, അവർ രണ്ടുപേർക്കും ഒരു സിമിലർ ട്രോമാറ്റിക് ഇൻസിഡൻറ്റിൽ കൂടെ അവർ രണ്ടുപേരും കടന്നുപോയി. ഫോർ എക്സാമ്പിൾ, അവർ പോകുന്നൊരു ബസ് ആക്സിഡൻ്റ് ആയെന്ന് വെക്കുക. ഇത് കഴിയുമ്പോൾ മീരയ്ക്ക് ആങ്സൈറ്റി ഡിസോർഡർ വന്നു. വേണിക്ക് പക്ഷേ ആ കുട്ടി വലിയ കുഴപ്പമില്ലാണ്ട് ആ സിറ്റുവേഷൻ കടന്നു പോകും. സോ എന്തുകൊണ്ടാണ് മീരയ്ക്ക് ആങ്സൈറ്റി വന്നത്, എന്തുകൊണ്ടാണ് വേണിക്ക് ആങ്സൈറ്റി വരാത്തത്? ഒരു എക്സാമ്പിൾ. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, രണ്ട് കുട്ടികൾ, സെയിം ഫാമിലിയിലെ രണ്ട് കുട്ടികളാണ്, ഒരു ചേട്ടനും അനിയത്തിയും. അപ്പോൾ അവർ വളർന്നു വരുന്ന സാഹചര്യങ്ങളൊക്കെ സെയിം ആണ്. പക്ഷേ രണ്ട് കുട്ടികൾ, ഒരു കുട്ടിക്ക് ആങ്സൈറ്റി ഡിസോർഡർ വന്നു, മറ്റേ കുട്ടിക്ക് ആങ്സൈറ്റി ഡിസോർഡർ വന്നില്ല. എന്തുകൊണ്ട്? സെയിം ഫാമിലിയാണ്, സെയിം സർക്കംസ്റ്റൻസസ് ആണ്, സെയിം സിറ്റുവേഷൻ ആണ്. പക്ഷെ എന്തുകൊണ്ട് ഒരാൾക്ക് ആങ്സൈറ്റി വന്നു, ഒരാൾക്ക് ആങ്സൈറ്റി വന്നില്ല? തേർഡ് എക്സാമ്പിൾ, ട്വിൻസ്. ഓക്കെ, രണ്ട് കുട്ടികൾ, മീര ആൻഡ് വേണി എന്ന് തന്നെ വെക്കാം. ഓക്കെ, അവർ രണ്ടുപേരും ട്വിൻസ് ആണ്. അപ്പോൾ അവർക്ക് ജെനറ്റിക്സ് ഒക്കെ സെയിം ആണ്. പക്ഷേ അവർ എന്താ പറയുക, ബേർത്ത് കഴിഞ്ഞപ്പോൾ ഒന്ന് സെപ്പറേറ്റ് ആയിപ്പോയി. ബേർത്ത് കഴിഞ്ഞ് സെപ്പറേറ്റ് ആയി പോയപ്പോൾ ഒരു ഫാമിലിയിലാണ് മീര വളർന്നത്, ഒരു ഫാമിലിയിലാണ് വേണി വളർന്നത്. രണ്ടുപേർക്കും കുറച്ച് ആങ്സൈറ്റി സിംറ്റംസ് ഒക്കെ രണ്ട് ഫാമിലീസും കണ്ടു തുടങ്ങി. അവർക്ക് സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുത്തു. രണ്ടുപേർക്കും സിമിലർ കൈൻഡ് ഓഫ് സൈക്കോളജിക്കൽ സപ്പോർട്ടാണ് രണ്ടുപേർക്കും കിട്ടിയത്. ബട്ട് സ്റ്റിൽ മീരയ്ക്ക് ആങ്സൈറ്റി ഡിസോർഡർ കുറച്ചും കൂടി കൈൻഡ് ഓഫ് സീരിയസ് ആയി. അവർക്ക് മെഡിക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷെ വേണി ആ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടിൽ കുറേയും കൂടി അത് മാനേജ് ചെയ്ത് വലിയ കുഴപ്പമില്ലാണ്ട് പോയി. അപ്പം എന്താണ് ഡിഫറൻസ്? സോ എന്തുകൊണ്ടാണ് ഒരാൾക്ക് ആങ്സൈറ്റി വരുന്നത് സെയിം സിറ്റുവേഷൻ കൂടെ പോകുന്നത്, അല്ലെങ്കിൽ വേറൊരാൾക്ക് ആങ്സൈറ്റി വരാത്തത് എന്നുള്ളതാണ് നമ്മളിതിൽ ചെറുതായിട്ട് എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹോൾ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു നല്ല ബാലൻസ് ആണ്. കുറച്ച് ആങ്ഷ്യസ് ആയിട്ടുള്ള, കുറച്ച് കെയർഫുൾ ആയിട്ടുള്ള ഒരു പാരൻസ് വേണം. അതുപോലെ തന്നെ അധികം ആങ്സൈറ്റി ഇല്ലാത്ത, കുറച്ചും കൂടി എന്താ പറയുക, അധികം ചിന്തിക്കാത്ത കുറച്ചും കൂടി ബ്രേവ് സോൾജേഴ്സ് നമുക്ക് വേണം. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരു മിക്സ്ചർ ഓഫ് ബോത്ത് വേണം എന്നാണ് പറയുക. ബട്ട് അപ്പോൾ ഒരു ആങ്ഷ്യസ് അമ്മ ഉണ്ടാവുന്നത്, അവർ കുറച്ച് കൂടുതൽ കെയർഫുൾ ആവുന്നത് ഒരു വലിയ കൺസേൺ അല്ല. ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറയാനുള്ളത് പോലെ അത് കൺസേൺ ആവുന്നത് എപ്പോഴാണ്? നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ അത് എഫക്റ്റ് ചെയ്യുമ്പോൾ. നമ്മളൊരു ബയോ സൈക്കോ സോഷ്യൽ മോഡൽ അപ്രോച്ചാണ് ഇവിടെ എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഞാൻ അതൊരു ചെറിയ ഫോട്ടോയിൽ കാണിച്ചു തരാം എന്താണ് നമ്മൾ ഈ ബയോ സൈക്കോ സോഷ്യൽ മോഡൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. ഓക്കെ, ഈ പിക്ചർ ഓൾസോ കൈൻഡ് ഓഫ് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. അപ്പോൾ 3 ആസ്പെക്ട്സ് ഉണ്ട്: ബയോളജിക്കൽ ആസ്പെക്ട്സ്, സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം മൂന്നും തമ്മിൽ ഇൻറ്ററാക്റ്റീവ് എന്നാണ് പറയുക. അതായത് ചില ബയോളജിക്കൽ ഫാക്ടേഴ്സ് അതിനൊരു സൈക്കോളജിക്കൽ എഫക്റ്റും ഉണ്ടാക്കുന്നുണ്ടായിരിക്കും, ചില സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് അതിനൊരു സോഷ്യൽ എഫക്റ്റും ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. പിന്നെ നമ്മൾ മെയിൻലി മനസ്സിലാക്കേണ്ട സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മെൻ്റൽ ഹെൽത്ത് പല ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഒരു കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ അതെന്താ കോസ് ചെയ്തതെന്ന് ചോദിച്ചാൽ അതിനൊരു സിംഗിൾ ആൻസർ ആയിരിക്കില്ല, ഒരു കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ, ഒരാൾക്ക് ഇഫക്റ്റീവ് ആവണത് മറ്റൊരാൾക്ക് ഇഫക്റ്റീവ് ആവണമെന്നില്ല. അതിൽ കുറേ ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ സൈക്കോളജിക്കൽ അവരുടെ ടെമ്പറമെൻറ്റ്, അവരുടെ ബിലീവ്സ് എന്താണ്, അവരുടെ പേഴ്സണാലിറ്റി എന്താണ്, അതൊക്കെ ഒരു കൈൻഡ് ഓഫ് ഇഫക്റ്റ് ഉണ്ടാക്കും നമ്മുടെ ട്രീറ്റ്മെൻറ്റിലും. പിന്നെ അപ്പോൾ ഇതിൽ മെയിൻലി ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചത് വെച്ചാൽ ആ ഒരു ഇൻ്റർസെക്ഷൻ ഭാഗം, അതായത് ഡ്രഗ് ഇഫക്ട്സ് ഉണ്ടല്ലോ, അതൊരു ബയോളജിക്കൽ ഫാക്ടറായിട്ട് നമുക്ക് പറയാം, സോഷ്യൽ ഫാക്ടറുമായിട്ട് പറയാം. പിന്നെ ടെമ്പറമെൻറ്റ് അത് ബയോളജിക്കലും ആവാം, സൈക്കോളജിക്കലും ആവാം. മെയിൻ സംഭവം ഫാമിലി റിലേഷൻഷിപ്സ് ആൻഡ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന ഇവൻറ്റ്സ്, അത് ബോത്ത് ഒരു സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ആസ്പെക്റ്റ് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഫേസ്റ്റ് നമുക്ക് ബയോളജിക്കൽ ഫാക്ടേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആ പേര് നമുക്ക് കേട്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബയോളജിക്കൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് വരിക? നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് വരും, നമ്മുടെ ജെനറ്റിക്സ് വരും, നമുക്ക് എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അത് വരും, പിന്നെ നമ്മൾ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡ്രഗ് ഇഫക്ട്സ് ഉണ്ടാവും, അങ്ങനെ പലതും ഉണ്ടാവാം. ഓക്കെ, അതിൽ ജെനറ്റിക്സ് ഒരു ഇമ്പോർട്ടൻറ്റ് കോമ്പണൻ്റ് ആണെന്നാണ് പറയുന്നത് ആങ്സൈറ്റി ഡിസോർഡേഴ്സിൽ. നമ്മൾ സയൻറ്റിഫിക് റിസർച്ചിൻ്റെ എവിഡൻസ് വെച്ച് കണ്ടുപിടിച്ചിരിക്കുന്നത് ചില ജീൻസ് ഓൺ ആൻഡ് ഓഫ് ആവാം ഇൻ പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽസ്. ഇപ്പോൾ ഒരു ട്രോമാറ്റിക് ഇൻസിഡൻറ്റ് വന്നു, അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടുള്ള ഒരു സർക്കംസ്റ്റൻസ് വന്നു എന്നുണ്ടെങ്കിൽ ഈ ജീൻസ് ഓൺ ആയിട്ട് നമുക്ക് അത് ആങ്സൈറ്റി ഡിസോർഡേഴ്സിലേക്ക് പോവാം എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ജെനറ്റിക് ഓൾട്ടറേഷൻ ഒരു ഫാക്ടറാണ്. ഇനി നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത്, നമുക്ക് ഫിസിക്കൽ ഹെൽത്ത് ലോങ് ടേം ക്രോണിക് ആയിട്ട് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ
അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാവാം ഓൺ ആർ മെൻ്റൽ ഹെൽത്ത്. ബട്ട് അത് മാത്രമല്ല, അത് ബ്രെയിനിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ടാക്കിയിട്ട് അവരെ ആങ്സൈറ്റി പ്രോൺ ആക്കും എന്നുള്ളതിനും റിസർച്ച് എവിഡൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ബ്രെയിൻ സ്ട്രക്ചർ, ഞാൻ പണ്ട് ഒരു ഫോട്ടോയിൽ കാണിച്ച പോലെ നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, നമ്മളെപ്പോഴും യൂഷ്വലി നമ്മൾ എന്താ പറയുക, സെറട്ടോണിൻ ഭയങ്കര കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ടേമാണ് ലോ സെറട്ടോണിൻ ആങ്സൈറ്റി. ബട്ട് ലോ സെറട്ടോണിൻ മാത്രമല്ല ആങ്സൈറ്റി. ബട്ട് സെറട്ടോണിൻ ലെവൽസിലുള്ള ചേഞ്ച്, ആ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിലുള്ള ചേഞ്ച് ഒക്കെ ആങ്സൈറ്റി ഉണ്ടാക്കാം. ഗാബ എന്നുള്ളൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്, അതിൻ്റെ ലെവൽ ഒരു എഫക്റ്റ് ഉണ്ട് ആങ്സൈറ്റിയിൽ. അഗെയിൻ ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. പിന്നെ അമിഗ്ഡല ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബ്രെയിനിലൊരു ഒരു ഒരു സെക്ഷൻ. അപ്പോൾ ഈ അമിഗ്ഡലയുടെ സൈസ് കൂടുതലായിരിക്കും ആങ്സൈറ്റി ഉള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അഗെയിൻ ഒരാൾ ആങ്സൈറ്റി ആയിട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്കാൻ എടുത്തിട്ട് അവരുടെ അമിഗ്ഡല സൈസ് നമ്മൾ നോക്കാൻ പോകുന്നില്ല. ബട്ട് നമ്മൾ റിസർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിസർച്ച് ചെയ്തതിൽ അവരൊരു സെക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽസിനെ എടുത്തിട്ട് ആങ്സൈറ്റി ഡിസോർഡറുള്ള ലൈക്ക് ആങ്സൈറ്റി സിംറ്റംസ് ഉള്ള ഒരു സെക്ഷൻ ഓഫ് പീപ്പിൾ എടുത്തിട്ട് അവരുടെ സ്കാൻ ചെയ്ത് അവരുടെ അമിഗ്ഡല സൈസ് നോക്കി. അവർക്ക് ആ റിസർച്ചിൽ അവർ CBT ആണ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. CBT തെറപ്പി കൊടുത്തു കഴിഞ്ഞിട്ട് അവരുടെ അമിഗ്ഡല സൈസ് നോക്കിയപ്പോൾ ഡിക്രീസ് ഇൻ സൈസ് ഉണ്ടായിരുന്നു എന്നുള്ളതിന് സയൻറ്റിഫിക് എവിഡൻസ് ഉണ്ട്. ബട്ട് അഗെയിൻ നമ്മൾ ഓരോരുത്തർ ആങ്സൈറ്റി ആയിട്ട് വരുമ്പോൾ നമ്മൾ അവരുടെ അമിഗ്ഡല സൈസ് നോക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയും. അതായത് നമ്മുടെ ബ്രെയിനിനെ നമുക്ക് റീവയർ ചെയ്യാനും നമുക്ക് അമിഗ്ഡലയുടെ സൈസ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ നമുക്ക് സാധിക്കും. അമിഗ്ഡല സൈസ് കൂടുതലുള്ള ഒരാളാണെങ്കിൽ നമുക്ക് സൈക്കോളജിക്കൽ സപ്പോർട്ട് കിട്ടി അതിൻ്റെ സൈസ് കുറയ്ക്കാൻ പറ്റും. ഇറ്റ് ഇസ് കൈൻഡ് ഓഫ് ഫ്ലെക്സിബിൾ എന്നുള്ളതിനൊരു ഒരു എവിഡൻസ് ആണത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ മെഡിക്കേഷൻസ് ഓഫ് കോഴ്സ് ന്യൂറോ ട്രാൻസ്മിറ്റർ ചേഞ്ചസ് ഇനി ആ ഒരു ഗാബയുടെയൊക്കെയാണ്, അതിലേക്കാണ് മെയിൻലി നമ്മൾ പറയുന്ന ആൻറ്റിഡിപ്രസൻസ് ആണ് നമ്മൾ ആങ്സൈറ്റിക്ക് കൊടുക്കുന്നത്. അതിൻ്റെ പേര് ആൻറ്റിഡിപ്രസൻസ് എന്നാണെങ്കിലും ആങ്സൈറ്റിക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിക്കേഷൻസ് ആണ്. അപ്പോൾ അത് ആക്ട് ചെയ്യണത് ഈ സെറട്ടോണിൻ, ഈ ഗാബ റിസെപ്റ്റേഴ്സിലേക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുത്ത് റീവയർ ചെയ്യാൻ പറ്റുന്നത്. ദാറ്റ് ബ്രിങ്സ് us to the psychological factors. ബയോളജിക്കൽ ഫാക്ടേഴ്സ് ആൻഡ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ് എല്ലാം തമ്മിൽ നല്ലൊരു ഇൻട്രാക്ഷൻ ഉണ്ട്. അതാണ് നമ്മൾ നേരത്തെ ആ ഒരു ഫോട്ടോ കാണിച്ചപ്പോൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സിൽ നല്ലൊരു ഇൻട്രാക്ഷൻ ഉണ്ട്. നമ്മൾ സൈക്കോളജിക്കൽ മാത്രം നോക്കുകയാണെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ സെൽഫ് എസ്റ്റീം, ആ ഒരു പേഴ്സൻ്റെ കോപ്പിംഗ് സ്കിൽ മെക്കാനിസംസ് എന്താണ് അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അവരുടെ ലൈഫിൽ, അവർക്ക് എന്തെങ്കിലും ട്രോമ ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും ട്രോമാറ്റിക് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ പാസ്റ്റിൽ, ഫാമിലി റിലേഷൻഷിപ്സ് എന്താണ് അവരുടെ റെസീലിയൻസ് എങ്ങനെയാണ്. റെസീലിയൻസ് ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. ഞാൻ ചിലപ്പോൾ ഒരു ഷോർട്സ് അതിനെക്കുറിച്ച് പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാം. അപ്പോൾ റെസീലിയൻസ് ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ IQ, അതൊക്കെ കൈൻഡ് ഓഫ് ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നത്. നെഗറ്റീവ് തോട്ട്സ് ആൻഡ് ഒരു അൺഹെൽപ്ഫുൾ തോട്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നതിന് അഡ്രസ്സ് ചെയ്യുന്നതാണ് ഈ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയിൽ കോഗ്നിറ്റീവ് ആസ്പെക്റ്റ് അഡ്രസ്സ് ചെയ്യണത്. അപ്പോൾ അതിനൊക്കെയാണ്, ഈ ആസ്പെക്ട്സിനെ ഹെൽപ്പ് ചെയ്യാനാണ് സൈക്കോളജിക്കൽ സപ്പോർട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഇനി സോഷ്യലും സൈക്കോളജിക്കലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു ഇൻട്രാക്ഷൻ, പക്ഷെ ബയോളജിക്കലായിട്ടും അത് ഇൻട്രാക്ഷൻ ഉണ്ട്. ഈ ഫാമിലി റിലേഷൻഷിപ്സ് നമ്മൾ പറഞ്ഞില്ലേ, അത് ഭയങ്കരമായിട്ട് ഒരു കൈൻഡ് ഓഫ് സോഷ്യൽ റിസ്ക് ഫാക്ടറാണ്. ഇപ്പോൾ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ സൈക്കോളജിക്കൽ എഫക്റ്റ് ഉണ്ടാക്കും, അതുപോലെ സോഷ്യൽ എഫക്റ്റ്. നല്ലൊരു സോഷ്യൽ സപ്പോർട്ട് ഉണ്ടാവില്ല നമ്മളെ കൈൻഡ് ഓഫ് സപ്പോർട്ട് ചെയ്യേണ്ട സ്ഥലത്ത് ഒരു പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ അത് കൈൻഡ് ഓഫ് നമ്മളെ ഹെൽപ്പ് ചെയ്യണതിനൊരു തടസ്സമാണത്. അപ്പോൾ അത് ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സോഷ്യൽ സിസ്റ്റം എന്താണ്, വാട്ട് സപ്പോർട്ട് വി ഹാവ്, ഫ്രണ്ട്സ് എങ്ങനെയാണ്, ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ് എങ്ങനെയാണ്, നമുക്ക് നല്ലൊരു ഫ്രണ്ട് സപ്പോർട്ട് ഉണ്ടോ, അതൊരു കൈൻഡ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണ്. പിന്നെ നല്ലൊരു ഒരു എന്താ പറയുക, ഒരു ഓക്യുപ്പേഷൻ ഉണ്ടോ ഇല്ല എന്നുള്ളൊരു ആസ്പെക്റ്റ് ആണ്. പിന്നെ ഇനി ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്, പിന്നെ ഇനി റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടോ, അതിന് സോഷ്യൽ ആസ് വെൽ ആസ് സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഉണ്ട്. നമ്മളെപ്പോഴും ഇപ്പോൾ സ്കൂൾ ഗോയിങ് ഏജ് ഒക്കെയാണ്, നമ്മൾ സ്കൂളിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നൽകും, ഭയങ്കരമായിട്ട് സോഷ്യൽ ഇമ്പാക്റ്റ്. ഞാൻ പറയുന്നത് സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഉള്ള ഒരു ഫാക്ടറാണ് സ്കൂൾ. എങ്ങനെയാണ് സ്കൂളിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഡിഫിക്കൽട്ടീസ് ഉണ്ടോ, ഇനി അബ്യൂസ് ഉണ്ടോ, ഇനി ബുള്ളിങ് ഉണ്ടോ. ബുള്ളിങ് എത്ര കോമൺ ആണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല നാട്ടിലൊക്കെ, ബട്ട് സ്റ്റിൽ അതിന് ഉണ്ട് ഒരു ഫാക്ടർ. ബുള്ളിങ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അപ്പോൾ അതൊക്കെയാണ് കൈൻഡ് ഓഫ് ആങ്സൈറ്റിക്ക് പ്രീഡിസ്പോസിംഗ് ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. നമുക്കിനി നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസ് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ മീര ആൻഡ് വീണി ഒരു ആക്സിഡൻറ്റിൽ കൂടെ, അതായിരുന്നു ഒരു ട്രോമാറ്റിക് ഇൻസിഡൻറ്റ്. അപ്പോൾ രണ്ടുപേർക്കും ആ ഒരു സൈക്കോളജിക്കൽ ട്രോമ ഉണ്ടായിട്ടുണ്ട്. ബട്ട് അവർക്കിപ്പോൾ ജീൻസ് അവിടെ കുറച്ചും കൂടി ആങ്സൈറ്റി പ്രോൺ അല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഒരു മീര ഓർ വീണിയുടെ ബ്രെയിൻ സൈസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അമിഗ്ഡല ചേഞ്ചസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടി അത് കുറേ കൂടി കോപ്പ് ചെയ്യാൻ പറ്റും. അതിനോട് നല്ല കോപ്പിംഗ് സ്കിൽസ് ഉണ്ടെങ്കിൽ അത് ഡിഫറൻസ് ഉണ്ടാക്കും. പക്ഷെ രണ്ടുപേർക്കും കോപ്പിംഗ് സ്കിൽസ് അത്ര നല്ലതല്ല, ജെനറ്റിക്സ് കൈൻഡ് ഓഫ് സിമിലർ ആണെന്നുണ്ടെങ്കിൽ അവിടെയാണ് സോഷ്യൽ ആസ്പെക്ട് വരുന്നത്. ഫാമിലി സപ്പോർട്ട് എങ്ങനെയാണ്, പിയേഴ്സ് ഉണ്ടോ, ഫ്രണ്ട്സ് ഉണ്ടോ, കൈൻഡ് ഓഫ് ആ
അതിന് എല്ലാത്തിനും മുകളിൽ കൂടെ വേറെ സോഷ്യൽ ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളതൊക്കെ അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. സെക്കൻഡ് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 2 കുട്ടികൾ ലൈക്ക് സെയിം ഫാമിലിയുള്ളത്. ഇപ്പോൾ ജെനറ്റിക്സ് സെയിം ആണെങ്കിലും ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ടാക്കാം. സോഷ്യൽ സിറ്റുവേഷൻ ഇസ് കൈൻഡ് ഓഫ് സെയിം അല്ലേ. അതുപോലെ സൈക്കോളജിക്കൽ നമുക്ക് സിറ്റുവേഷൻസ് ഓൾസോ കൈൻഡ് ഓഫ് സെയിം. സോഷ്യൽ ഫാമിലിയിൽ സെയിം ആണ്, പക്ഷേ സ്കൂളിൽ സംഭവങ്ങൾ സെയിം ആയിരിക്കണം എന്നില്ല. അതുപോലെ സൈക്കോളജിക്കലി ഓൾസോ അവർ ഉണ്ടാക്കിയിരിക്കുന്ന കോപ്പിംഗ് മെക്കാനിസം സെയിം ആയിരിക്കണം എന്നില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ ലൈക്ക് ഒരു ആസ്പെക്ട് മാത്രമല്ല. തേർഡ് എക്സാമ്പിൾ എടുക്കുകയാണ് മീര ആൻഡ് മീനി. അവർ ട്വിൻസ് ആണ്, സെപ്പറേറ്റ് ആയി. അപ്പോൾ നമുക്കിപ്പോൾ ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ അതിൽ ഒരാൾക്ക് ആങ്സൈറ്റി വന്നു, ഒരാൾക്ക് ആങ്സൈറ്റി വന്നില്ല. അപ്പോൾ പ്രോബബ്ലി രണ്ടുപേരുടെയും ജെനറ്റിക്സ് സെയിം ആണ്, ലൈക്ക് ഐഡൻറ്റിക്കൽ ട്വിൻസ് ആണ്. പിന്നെ അവർക്ക് രണ്ടുപേർക്കും ഇഷ്യൂസ് ഉണ്ട്, രണ്ടുപേർക്കും സൈക്കോളജിക്കൽ സപ്പോർട്ട് കിട്ടിക്കും. ബട്ട് അവിടെയാണ് സോഷ്യൽ വരുന്നത്. ഇപ്പോൾ ഒരെണ്ണം ഒരു ഫാമിലി ഒരു ഹൈ അച്ചീവിങ് ഫാമിലിയാണ്, ലൈക്ക് ആ ഒരു പ്രഷർ ഉണ്ട്. മറ്റേത് ഭയങ്കര ഒരു ചിൽഡ് കൈൻഡ് ഓഫ് ഭയങ്കര കുറേ കൂടി കാര്യങ്ങൾ സിമ്പിളായിട്ട് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു സോഷ്യൽ പ്രഷർ കുറവായിരിക്കും ഒരു കുട്ടിക്ക്. മറ്റേ ആൾക്ക് പക്ഷേ ലൈക്ക് ആ ഒരു പാരൻസിനെ മാച്ചപ്പ് ചെയ്യണം, ലൈക്ക് ആ ഒരു അവർ ഹൈ സ്റ്റാൻഡേർഡ്സ് അവർക്ക് കീപ്പ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ അവർക്ക് ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ബേസിക്കലി ഈ ബയോ സൈക്കോ സോഷ്യൽ അപ്രോച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ഒരാൾക്ക് ആങ്സൈറ്റി വന്നു, എന്തുകൊണ്ട് ഒരാൾക്ക് ആങ്സൈറ്റി വന്നില്ല എന്നുള്ളതിന് ഒരു സിമ്പിൾ ആൻസർ ഇല്ല. ഒരു ആൻസർ അല്ല, അതൊരു കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ് ആണ്. ഒരു കുറേ ഫാക്ടേഴ്സൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ട് ഇൻവോൾവ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ആങ്സൈറ്റി ഡിസോർഡേഴ്സ് മാത്രമല്ല. നമ്മളിപ്പോൾ സൈക്കാട്രിയിൽ ഏതെടുക്കാണെങ്കിലും ഞാൻ പറയുന്നത് ഫിസിക്കൽ ഹെൽത്തിലും ഒരു അസുഖം വരാണെങ്കിൽ എല്ലാത്തിനും അതിനൊരു ബയോ സൈക്കോ സോഷ്യൽ മോഡൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ബയോളജിക്കൽ ഫാക്ടർ മാത്രം അഡ്രസ്സ് ചെയ്താൽ പോരാ, അതിൽ സൈക്കോളജിക്കലും സോഷ്യൽ ഫാക്ടേഴ്സും അഡ്രസ്സ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഓർത്തോ ക്ലിനിക്കിൽ പോവാണ്, അവിടെ ഒരു പേഷ്യൻ്റ് വന്നു. ആ പേഷ്യൻ്റ് എന്താ സംഭവിച്ചത്, ആ പേഷ്യൻറ്റിൻ്റെ റൂമിൽ നിന്ന് ചാടി താഴേക്ക്. അപ്പോൾ ഈ ഓർത്തോക്കാർ ബേസിക്കലി ആ ഒരു കാല് ഫിക്സ് ചെയ്യാനുള്ള മാത്രമാണ് ഫോക്കസ് ചെയ്യുക. ബട്ട് അത് മാത്രം മതിയോ, അല്ല, അവിടുത്തെ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ അപ്രോച്ച് കൂടി നോക്കണം. അതുപോലെ ഏതൊരു ഫിസിക്കൽ ഹെൽത്ത് ഇഷ്യൂ വന്നാലും അവിടെ നമ്മൾ ആ ഒരു ബയോ സൈക്കോ സോഷ്യൽ അപ്രോച്ച് എപ്പോഴും അപ്ലൈ ചെയ്യണം എന്നാണ് പറയപ്പെടുക. ലൈക്ക് ഒരു ഫുൾ ഒരു കൈൻഡ് ഓഫ് നമ്മളെല്ലാം ആസ്പെക്ട്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ വീഡിയോയിൽ ഞാനിപ്പോൾ ഇത്ര കവർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ലൈക്ക് ബയോ സൈക്കോ സോഷ്യൽ ആസ്പെക്ട്സ്. നമുക്കിനി ഈ ആങ്സൈറ്റി ഡിസോർഡേഴ്സിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ കുറച്ച് അത് കൈൻഡ് ഓഫ് റിലേറ്റഡ് ടു ഇന്നത്തെ വീഡിയോ ആയിരിക്കും, അതും ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ CBTയിലെ ചെറിയ ചെറിയ ടെക്നിക്സിനെ കുറിച്ചും ഒരു വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.